ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൺ ലൈഫ് ബൈ ലെച്ചൂസ്. അപ്പോൾ ഇന്ന് ചിങ്ങം 1-ാം തീയതിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓണം വരവായി. അപ്പോൾ ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം. കൂടാതെ ഇന്ന് നമ്മുടെ ജനകന് നമ്മൾ ഫുഡ് കൊടുക്കണം. അതായത് ആദ്യത്തെ ഫുഡ് നമ്മൾ അമ്പലത്തിൽ ചോറൂണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് നമ്മുടെ അയോധ്യപുരം ശ്രീരാമക്ഷേത്രത്തിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ അവിടെ പോകാനുള്ള ഒരുക്കങ്ങളാണ്. ഞാനപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ തലേന്ന്, അതായത് ചിങ്ങൊന്നിൻ്റെ തലേന്നൊക്കെ വീട്ടിലായതുകൊണ്ട് നമുക്ക് ദോശമാവ് വീട്ടിലിരിപ്പില്ല. ഞാൻ അങ്ങനെ പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച ദോശമാവ് അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ പിള്ളേർക്ക് വേണ്ടിയിട്ട്. പിന്നെ അത്രയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് വാങ്ങാറുള്ളൂ. അപ്പം ഞാൻ ഗോതമ്പ് ദോശയിൽ തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അടിച്ച് വെക്കും. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ അടിക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് എൻ്റെ കൈ നന്നായിട്ട് നമ്മൾ അടിക്കാനായിട്ട് ഒരു മറ്റേ ഇടിക്കുന്ന ഒരു കല്ലില്ലേ, അതിൻ്റെ സംഭവം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തേങ്ങ പൊട്ടിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നന്നായിട്ട് കൊണ്ടിട്ടുണ്ടായി. പിന്നെ അതൊന്നും നോക്കി നിൽക്കാനുള്ള നേരമൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങ ചിരണ്ടാനായിട്ട് തുടങ്ങി. പക്ഷേ എനിക്ക് ഈ ജോലികളിൽ പണ്ട് വൃത്തിയാക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമുക്ക് അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ, എല്ലാം കൂടി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഈ വൃത്തിയാക്കണ കാര്യങ്ങൾ ഇത്തിരി മടിയാണ് കേട്ടോ. അതേപോലെ തന്നെ മടിയുള്ളൊരു കാര്യമാണ് ഈ തേങ്ങ ചിരണ്ട എന്നുള്ളതും. എന്നെപ്പോലെ തേങ്ങ ചിരണ്ടാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഞാനിങ്ങനെ കൊത്തിയെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് വയ്ക്കാറുണ്ട്. അതെന്തോ എനിക്ക് ഈസിയാണെന്ന് തോന്നുമായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മിക്സിയുടെ ബ്ലേഡ് പെട്ടെന്ന് മൂർച്ച പോകാനും കംപ്ലൈൻ്റ് ആവാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ ഞാൻ ഗോതമ്പും പിന്നെ നമ്മുടെ പീരിയും, അതായത് തേങ്ങയും ഉപ്പും കുറച്ച് 2 ഉള്ളിയും കൂടി ഇട്ടിട്ട് ദോശമാവിന് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പിള്ളേർ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് ജനകിന് ഞാൻ നമ്മൾ മറ്റേ കായയുടെ സ്ലൈസ് കിട്ടും, കണ്ണൻകായുടെ, അത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് കുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും പിള്ളേർ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറുക്കി വെച്ചപ്പോഴേക്കും ഞാൻ പോയി കുളിച്ചൊക്കെ വന്നു. അതായത് അപ്പോഴേക്കും ചൂടാറുമല്ലോ, വാവയ്ക്ക് നേരിയൊരു വെക്കച്ചൂട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ചൂടിലാണ് ഞാനിപ്പോൾ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും ഫുഡ് ആ ഒരു ചൂടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാവയ്ക്ക് പിന്നെ ഞാനത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു 8 മണിയാകുമ്പോഴേക്കും എപ്പോഴും ഫുഡ് കൊടുക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാനൊരു 7:30 7:45 ആയപ്പോഴേക്കും വാവയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഒരു ഷടപടിയായിരുന്നു. ഞാൻ കുളിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പിള്ളേരെ കുളിപ്പിച്ചു, അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ജനകിനും ഒരുക്കി, ഞാനും റെഡിയായി, ഞങ്ങളുടെ അമ്പലത്തിലെത്തി. അങ്ങനെ അപ്പോൾ ഒരു 9:30 മണിയായപ്പോഴാണ് അമ്പലത്തിൽ നമുക്ക് ചോറൂണിന് സമയം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ തിരക്ക് കുറവായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരൊക്കെ രാവിലെ തന്നെ വന്ന് ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ നേരത്തെ തന്നെ വന്ന് പോയിട്ടുണ്ടാവുമല്ലോ. 9:30 എന്തായാലും ആരും അമ്പലത്തിൽ വരില്ല. അങ്ങനെ ഞങ്ങളും അങ്ങനെ 2-3 പേര് മാത്രമേ അമ്പലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജനകന് ചോറ് കൊടുത്ത വീഡിയോ ഇല്ല, ഫോട്ടോ മാത്രമേ എന്തെങ്കിലുള്ളൂ കേട്ടോ. കാരണം നമുക്കങ്ങനെ വീഡിയോ, നമ്മളൊരു ഫോട്ടോ എടുക്കാനായിട്ട് പുറത്തൊരു ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ആ ചേട്ടൻ 1-ാം തീയതി ആയതുകൊണ്ട് എത്താൻ പറ്റിയില്ല. അപ്പോൾ ഫോണിൽ തന്നെ എടുത്ത 1-2 ഫോട്ടോ ഉണ്ട്, അത് ഞാൻ പോസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാം. വാവ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവളെ കൊണ്ട് ഒരു പ്രശ്നമോ കരച്ചിലോ ഒന്നും ഉണ്ടായില്ല. ഞങ്ങളെല്ലാവരും ചോറൊക്കെ കൊടുത്തപ്പോൾ കഴിക്കാൻ ഭയങ്കര എന്താ പറയുക, ഫുഡിനോട് ഭയങ്കര താല്പര്യമുള്ളൊരു കുട്ടിയാണ് എന്തായാലും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് തുലാഭാരം ഉണ്ടായിരുന്നു വാവയ്ക്ക്. അപ്പോൾ അവിടുത്തെ ശാന്തി ഭഗവാന്റെ അടുത്ത് നിന്ന് തുളസിമാല വാവക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ആദ്യം പഴം കൊണ്ടും തുലാഭാരം ഉണ്ടായിരുന്നു, പിന്നെ കൽക്കണ്ടം കൊണ്ടും തുലാഭാരം ഉണ്ടായിരുന്നു കേട്ടോ. അത് പെൺകുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു നേർച്ചയ്ക്കായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. രാമനായിരുന്ന സമയത്തും മഞ്ജുവായിരുന്ന സമയത്തും നമ്മൾ ചോറ് കൊടുക്കണതിൻ്റെ അന്ന് നമ്മൾ തുലാഭാരം നടത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് പഴം വെച്ച് മാത്രമേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. അങ്ങനെ അവിടെ തുലാഭാരമൊക്കെ നടത്തിയപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേച്ചിമാർ പറയായിരുന്നു, ബാക്കിയുള്ള പിള്ളേർക്ക് ഇങ്ങനെ തുലാഭാരത്തിൻ്റെ തട്ടിലൊക്കെ കിടത്തുമ്പോൾ ായിരിക്കും ഇതിനൊരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ. അതുപോലെ തന്നെ കേട്ടോ, അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാല ഇട്ട് കൊടുത്തിട്ടാണെങ്കിലും അവൾ എല്ലാവരും നിരീക്ഷിക്കുകയായിരുന്നു എന്താണ് ഓരോരുത്തർ ചെയ്യുന്നതെന്നും വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ കൽക്കണ്ടമൊക്കെ വെച്ചു. അങ്ങനെ തുലാഭാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഭംഗിയായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഈ ഒരു ദിവസത്തിന് വേണ്ടി. കാരണം ഇവർക്ക് 6 മാസം തികഞ്ഞ സമയത്ത് നമുക്ക് കർക്കിടകം സ്റ്റാർട്ട് ചെയ്തു. കർക്കിടകത്തിൽ നമ്മളങ്ങനെ ശുഭകാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ അതിന് ചിങ്ങം 1-ാം തീയതി നമുക്ക് കൊടുക്കണമായിരുന്നു. കാരണം 19-ാം തീയതി നമുക്ക് 7 മാസം ആകുമായിരുന്നു. പെൺകുട്ടികൾക്കെല്ലാം നമ്മളിങ്ങനെ ഇരട്ട മാസത്തിൽ ചെയ്യണം എന്നാണ് കേട്ടോ പറയാം. ഇതെല്ലാം ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൻ്റെ ഈ ഒരു രീതിയിലാണ് നമ്മളെല്ലാം കൊണ്ടാടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഭംഗിയായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. കൊടുത്തതിന് ഞങ്ങൾ വീട്ടിൽ വന്നു കേസ്. പക്ഷെ വീട്ടിൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. രാവിലെ മുതൽ ചേട്ടൻ ഇനിയും കൂടി ഇവിടെ മറിച്ചിട്ടേക്കാണ്. ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും ഞാൻ ഇതാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് എനിക്ക് മര്യാദയ്ക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. ഈ ഒരു ധാവണിയാണ്, എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ. മര്യാദക്ക് ഫോട്ടോ എടുത്ത് തരാനൊന്നും ആരും ഇല്ല, അതുകൊണ്ടാണ്. ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ പോസ്റ്റായിട്ട് ഇടാം കേട്ടോ കിട്ടിയാണെങ്കിൽ തന്നെ. ഇനി എനിക്ക് ഒന്ന് പണിയുണ്ട് ഇവിടെ.
ക്ലീൻ ചെയ്യാനായിട്ട്. അല്ലേ, വീടിൻ്റെ അവസ്ഥ ഇതാണ്. ഒരു മൂലക്ക് ഒരു കുന്നു തുണി. ഇതിൽ നമ്മൾ പുതിയ ഡ്രസ്സ് എടുത്തതൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതേ ഇവിടെ ചേട്ടനും അനിയത്തിയും ഒക്കെ കിടക്കേണ്ടത്. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കുഞ്ഞുമണിയുടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അമ്പലത്തിൽ നമുക്ക് തുലാഭാരം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കൽക്കണ്ടം കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ അനിയനും ഇതേ ഇവിടെ നമ്മൾ അവിടെ തുണി ഇവിടെ തുണി. ഇതേ വീട് ഞാൻ റെഡി ആവുന്ന സമയത്ത് എൻ്റെ വള, എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം ഇങ്ങനെ മറിച്ചിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ നിന്ന് നമുക്ക് പ്രസാദം കിട്ടിയത് ഞാൻ കിറ്റിലാക്കിയിട്ടാണ് കൊണ്ടുവന്ന്. നമുക്കിതേ പായസമുണ്ട്. പിന്നെ നമുക്ക് വേറൊരു പായസവും കൂടി ഉണ്ട്. ഇവിടെ വെട്ടത്തിൻ്റെ ചില പ്രശ്നമുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ. പിന്നെ നമുക്ക് പ്രസാദമായിട്ട് ചോറ് തന്നിട്ടുണ്ട് കുഞ്ഞാവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭഗവാനെ നീതിച്ച പടച്ചോറാണ് കേട്ടോ ഇത്. കണ്ടോ, അത് കുഞ്ഞാവക്ക് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് പഴവും ഈ പ്രസാദവും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചൂലൂടെ കിടപ്പുണ്ട്, എൻ്റെ ഒരു വള അവിടെ കിടപ്പുണ്ട്. എല്ലാം ടിവിയുടെ അവിടെ മുതൽ എനിക്ക് ഒരുപാട് വൃത്തിയാക്കാൻ. ഡ്രസ്സൊക്കെ മാറി ചടപടി നിന്ന് നമ്മുടെ പരിപാടികൾ നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന്. അപ്പോൾ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമുക്ക് പാൽപ്പായസവും പിന്നെ ശർക്കര പായസവും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ എന്ത് ചെയ്തു, പാൽപ്പായസത്തിൽ ശർക്കര പായസം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ അത് അവിടെ വെച്ചിരുന്നാൽ ആരും കഴിക്കാമില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞാൽ എനിക്കും അത് കഴിക്കാൻ എനിക്കങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. പിന്നെ വെച്ചാൽ ഇവിടെ ഭയങ്കര ഉറുമ്പിൻ്റെ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് എവിടെയെങ്കിലും ഇരുന്നാൽ മതി, അപ്പോൾ ഉറുമ്പ് വരും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിക്കുക, അല്ലെങ്കിൽ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ജോലി തുടങ്ങുന്നതിന് മുമ്പ് അതൊക്കെ കഴിച്ചു. പെട്ടെന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറി അതൊക്കെ കഴുകിക്കൊണ്ട് വിരിച്ചു. പിന്നെ തൊട്ടിലും എല്ലായിടത്തും ഡ്രസ്സ് കിടക്കണത് കുറേ എന്താ പറയുക മടക്കി വെക്കാനുള്ളത് തന്നെയാണ് കേട്ടോ. അലക്കിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ അനിയനും വിശന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പിൻ്റെ ദോശയും ചിക്കൻ കറിയും കൊടുത്തു. രാവിലെ ഗോതമ്പിൻ്റെ ദോശയും പിന്നെ നമ്മൾ തേങ്ങ ചമ്മന്തിയാണ് കൊടുത്തത്. അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് കറി കൊടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വാവ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങും. ചില നേരം അങ്ങനെയൊക്കെ ഉറങ്ങാറുണ്ട്. അപ്പോൾ അവൾ ഉറങ്ങി. അപ്പോൾ അവർ ബാക്കി വെച്ച ചിക്കൻ കറിയും ദോശയും ഞാൻ ബാക്കി കഴിച്ചു കേട്ടോ. പിന്നെ ഇനി ഇതുകൊണ്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ ബാക്കി വെക്കണമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കും. പിന്നെ എന്താ, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വലിയൊരു ചാക്ക ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ നിറച്ച് തുണിയാണ്. അതായത് ഞാൻ 2 ദിവസം വീട്ടിൽ നിൽക്കാൻ പോയി. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ടൂറ് പോയേക്കായിരുന്നു. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയത് എന്ത് ചെയ്തു, വീട്ടിലേക്ക് കൊണ്ടുപോയി. കാരണം ഞാൻ തിരിച്ച് വരുമ്പോൾ വീണ്ടും അത് ഇവിടെ മുഷിഞ്ഞിങ്ങനെ കിടക്കൂലേ, വീണ്ടും എനിക്കത് പണിയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ എനിക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്, പക്ഷേ അത് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ താമസിക്കുന്ന ഇത് ഒരു റെൻ്റൽ ഹോമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ എല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ വാഷ് ചെയ്യണം. പിന്നെ അത് ബാത്റൂം ആണെങ്കിൽ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അവിടെ ഇട്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വിഷയത്തിലിട്ട്, ഞാനല്ല അമ്മ എനിക്ക് വിഷയത്തിലേക്ക് ഇട്ട് അലക്കി ഉണക്കി മടക്കിയൊക്കെ തന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ റൂമിൽ പിന്നെ ഞാൻ ഇവിടുന്ന് പോണതിന് മുമ്പ് ഉണങ്ങാത്ത ചില ഡ്രസ്സൊക്കെ ജനലിലൊക്കെ വിരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഈ റൂമിൽ നമ്മൾ കിടക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഇതൊരു സ്റ്റോറേജ് റൂം പോലെ ഇത് മാക്കിയൊക്കെയാണ്. ഡ്രസ്സും പിന്നെ സൈക്കിളും കാര്യങ്ങളും പിന്നെ കൊച്ചിന് ഫുഡ് കൊടുക്കുന്ന ചെയറും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഒരു അഴിയും നമ്മൾ ആ റൂമിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ഇനി ഒന്നും കൂടി ഇടാനുള്ള ഡ്രസ്സൊക്കെ അഴിയിലിടും. പിന്നെ ഇപ്പോൾ മഴയൊക്കെ വരുന്ന സമയമാണെങ്കിൽ നമ്മൾ തുണിയൊക്കെ ഉണങ്ങാനുള്ളതും വിരിച്ചിട്ട് ഈ റൂമിൽ കൊണ്ടുവന്നിടും. പിന്നെ ഹാളിൽ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. തുണികളും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി. ഉള്ളിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ, അതായത് വളയും തോർത്തും ഒക്കെ കിടപ്പുണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ മാറ്റി വീടൊക്കെ പേരയൊക്കെ അടിച്ച് നമ്മൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം നല്ല പക്കയായിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ നമ്മൾ കിടക്കുന്ന കട്ടിലിൽ ബെഡ്ഷീറ്റൊക്കെ കണ്ടില്ലേ, വിരിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. പിള്ളേരതപ്പം തന്നെ ചുരുക്കും. വീണ്ടും ഒരു ദിവസം ഒരു 3-4 തവണയെങ്കിലും അത് നമ്മൾ കുടഞ്ഞ് വിരിക്കേണ്ടി വരും കേട്ടോ. കാരണം ഇവന്മാർ ചവിട്ടിക്കൊരു മണ്ണൊക്കെ ആക്കും. പിന്നെ എല്ലാം കൊണ്ടുവന്ന് ഞാൻ അടുക്കളയിലാണ് ഇട്ടിരിക്കുന്നത്. അടുക്കളയിൽ മൂലൊക്കെ കണ്ടില്ലേ, ഹസ്ബൻഡ് പോയി വന്നിട്ടുള്ള ആളുടെ 2-3 ബനിയനും 2 പാൻസും പിന്നെ ബെഡ്ഷീറ്റും മുണ്ട് 3 ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളപ്പോൾ തന്നെ മാറിയതും ഇന്ന് രാവിലെ മാറിയതൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും എനിക്കൊരു കുന്ന് അലക്കാനുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വാവക്ക് ചോറ് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള പണി ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഇവൾ ഈ ചോറ് തിന്നും എന്നാണ്. അപ്പോൾ ഞാൻ ഈ സ്മാഷർ വെച്ച് ഉടച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നുണ്ട്. ഈ സ്മാഷർ ഞാൻ രാമൻകുട്ടൻ കുഞ്ഞായിരുന്ന സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷേ എൻ്റെ പ്രതീക്ഷ വിഫലമായി. എന്താണെന്ന് വെച്ചാൽ അവൾ കഴിച്ചില്ല. അത് കഴിക്കുമ്പോഴേക്കും ഛർദ്ദിക്കാൻ വരുന്നു, കൊക്കാൻ വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉടച്ചതുകൊണ്ടായിരിക്കും. അപ്പം ഞാനത് മിക്സിയിലിട്ട് അരച്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോഴും വാവ കഴിച്ചില്ല. പിന്നെ ഞാൻ അവളെ ഫീഡൊക്കെ ചെയ്ത് അവളെ സമാധാനമാക്കിയിട്ട് വന്നിട്ട്
അവിടെ കിടന്ന് മൂലയ്ക്ക് കിടന്നിരുന്ന തുണിയൊക്കെ ഞാൻ നനച്ച് വെച്ചു. പിന്നെ ഉണ്ടായ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി. പിന്നെ അപ്പുറത്തെ വീട്ടിൽ അങ്കിള് ജോലിക്ക് പോയി വന്നപ്പോൾ ഈ വെള്ളത്തിലൊക്കെ പോവില്ല, അങ്ങനത്തെ ജോലിയാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ നമുക്ക് മീൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വെട്ടി. പിന്നെ ഈ മീൻ കറി വെച്ച എനിക്കും ഇഷ്ടമല്ല, എൻ്റെ ഹസ്ബൻഡിനും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അപ്പം തന്നെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇന്ന് വറുക്കില്ല, നാളെയോ അങ്ങനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് അപ്പം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വറുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ വെട്ടി തേച്ച് കഴുകി. ഇതൊക്കെ ആയപ്പോഴേക്കും ഒരു 3-3:30 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുടിക്കാനുള്ള വെള്ളം തികന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചത് തണുത്ത് കഴിയുമ്പോഴേക്കും ഞാൻ കുപ്പിയിലോട്ടൊക്കെ മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ അതിൽ പിന്നെ രണ്ടാമത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് ആ കലത്തിൽ. അപ്പോൾ അതിൽ ഞാനൊരു കഷ്ണം ഇഞ്ചി നന്നാക്കിയിട്ട് ചതച്ചിട്ടു. പിന്നെ നമുക്ക് നാളത്തേക്ക് ഇനി ദോശമാവ് ഇവിടെ എപ്പോഴും വേണ്ട ഒരു സാധനം ആയതുകൊണ്ട് ഞാനത് വെള്ളത്തിലിട്ടിട്ടുണ്ട്, പച്ചരിയും ഉഴുന്നും. പിന്നെ നമ്മുടെ പാത്രം കഴുകാനുള്ളതൊക്കെ കഴിഞ്ഞു. മീൻ വെട്ടിയിട്ട് അവിടെ വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി. അപ്പോൾ തുടച്ച തുണി വിരിച്ചൊക്കെ ഇട്ടു. കത്തിയൊക്കെ ഞാൻ മാറ്റി വെക്കും, പിള്ളേരുടെ കൈ എത്തുന്ന സ്ഥലത്തൊന്നും ഇത് വെക്കുന്നുണ്ട്, ഇവന്മാർ പെട്ടെന്നൊക്കെ അത് ഓടി വന്ന് എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞില്ലേ പെർഫെക്റ്റായിട്ട് ഞാൻ വൃത്തിയാക്കിയിട്ടില്ല, എന്നാലും കണ്ടാൽ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വൃത്തിയാക്കി. അപ്പോൾ ഏകദേശം സമയം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് രാമൻകുട്ടനെ കുറിച്ച് പഠിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പം മലയാളത്തിൽ ചാച്ചനെ എഴുതാനുണ്ടായിരുന്നു ഒരു പേജ്. പിന്നെ നമുക്കൊരു വർക്ക്ഷീറ്റ് അവർ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൗണ്ട് ചെയ്ത് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹിന്ദി അക്ഷരങ്ങൾ എഴുതാനുണ്ടായിരുന്നു, നമ്മുടെ ആ മാത്രം അത് എഴുതാനുണ്ടായിരുന്നു. 8 തവണ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വൈകുന്നേരം ആയി, അതായത് ഉച്ചക്ക് വരെയൊക്കെ കുഞ്ഞോ ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ കുഞ്ഞോക്ക് കുറുക്കുണ്ടാക്കാൻ പോകുമായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നുറുക്ക് ഗോതമ്പില്ലേ, അത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്തതാണ്. ചിലപ്പോൾ ഞാൻ പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടായിരിക്കും എൻ്റെ പാലെടുക്കണം. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് കൊടുക്കാണ്ടോ. ഈ ഒരു കുറുക്ക് വാവക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണെങ്കിൽ വാവ പെട്ടെന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരം എനിക്ക് ഹസ്ബൻഡിനും കഴിക്കാനുള്ള പിന്നെ പിള്ളേർക്കും കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. പിള്ളേർക്ക് ഞാൻ കഞ്ഞി ഓൾറെഡി കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടിക്കൊക്കെ കയറിയത്. നമ്മുടെ എന്താ പറയുക, ദോശക്കുള്ള മാവൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. കഞ്ഞി ഞാൻ ചൂടാക്കുന്നുണ്ട്, കാരണം ഇനി കഞ്ഞിയാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ കഞ്ഞി എടുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ചപ്പാത്തി ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ കറിയുടെ ബാക്കിയുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിനി അലക്കാൻ നിൽക്കുകയാണ്. ഞാൻ ഇതിൻ്റെ സമയത്ത് തന്നെ എനിക്ക് രാത്രി മേല് കഴുകാൻ വേണ്ടി ചൂടുവെള്ളം വെക്കും കേട്ടോ. അപ്പോൾ അലക്കി കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി കിടക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഞാൻ രാവിലെ എൻ്റെ കണ്ണിൽ എഴുതിയ കൺമശയൊക്കെ എൻ്റെ മുഖത്തൊക്കെ ആകെ പടർന്നു കേട്ടോ. കാരണം രാവിലെ മുതലുള്ള ജോലി ആയതുകൊണ്ട് ഒന്നും എനിക്ക് ഫേസൊന്നും പിന്നെ കഴുകാനേ പറ്റിയിട്ടില്ല. ഞാനപ്പോൾ കുറച്ച് എണ്ണയൊക്കെ എടുത്ത് കണ്ണിൻ്റെ അവിടെയൊക്കെ തേച്ചു മരൊക്കെ അത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ അലക്കം കഴിഞ്ഞു, ഇതേ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഒന്ന് കിടക്കുക, അത്രേ ഉള്ളൂ നമുക്ക് പരിപാടി. നാളെ ഇനി രാവിലെ കാണാം. അപ്പോൾ നമ്മുടെ അത്തം കഴിഞ്ഞു, ഇനി ചിത്തിരയും കഴിഞ്ഞു, ഇനി നാളെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.